Morning, all. Today we are discussing a topic titled as Different Stakeholders and Education. Contemporary Indian Education. ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചുള്ള ചർച്ചയാണ്, ഡിസ്കഷനാണിത് നമ്മൾ ഇതിൽ ഈ ടോപ്പിക്കിൽ നടത്തുന്നത്. വാട്ട് യു മീൻ ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ? എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് എഡ്യൂക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്? ദ ടേം സ്റ്റേക്ക് ഹോൾഡേഴ്സ് typically refers to anyone who is involved in the welfare and success of a school and its education of students, including community, religious, political, governmental, and non-governmental agencies. എഡ്യൂക്കേഷനിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിവൺ who is invested in the welfare of and success of school, വിദ്യാലയത്തിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻ ദ വെൽഫെയർ ആൻഡ് സക്സസിൽ, അതിന്റെ വിജയത്തിൽ ക്ഷേമത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പങ്കുവഹിക്കുന്ന എല്ലാവരെയും, ലൈക്ക് കമ്മ്യൂണിറ്റി, റിലീജിയസ് ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്, ഗവൺമെന്റൽ, നോൺ ഗവൺമെന്റൽ, ഗവൺമെന്റൽ ഏജൻസീസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ്, ഇവരൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് have a role in the school and its students. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു റോൾ ഉണ്ടാവും, സ്റ്റേക്ക് ഉണ്ടാവും in the school and students, and they have and it means that they have personal or professional or financial interest. അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായ പേഴ്സണൽ ഓർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഓർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഓർ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം. സാമ്പത്തികവും അല്ലെങ്കിൽ ഉദ്യോഗപരമായിട്ടുള്ള വൈയക്തികമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഉണ്ടാവാം. There are basically two types of stakeholders in education. One is internal and second one is external. Broadly, we can classify the stakeholders into two, internal and external. ഇന്റേണൽ ആയിട്ടുള്ള, ആഭ്യന്തരമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും, സിസ്റ്റത്തിന് പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും പറയുന്നു. Then these various stakeholders play a crucial role in shaping and influencing the education system. Each stakeholder group, including the community, religious institution, political entities, government bodies, and non-governmental agencies, contribute to the education landscape in a distinct ways. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഈ ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. വൺ ഈസ് കമ്മ്യൂണിറ്റി, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്, ഗവൺമെന്റ് ബോഡീസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ്. ഇതിൽ ഗവൺമെന്റ് ബോഡീസിനെ കുറിച്ച് നമ്മൾ വ്യത്യസ്ത യൂണിറ്റിലായിട്ട് ഡിസ്കഷൻസ് നടത്തി. നമ്മൾ നടത്തിയിട്ടുള്ള വ്യത്യസ്ത ഗവൺമെന്റ് ഏജൻസീസ്, SSA, RMSA, റൂസ ആൻഡ് NCERT, SCERT, ഇത്രയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്, ഇതൊക്കെയും ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഈ ഒരു എഡ്യൂക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്, മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി. ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് നമ്മൾ പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റീസ് ഹാവ് എക്സ്പെക്ടേഷൻസ് റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റീസിന് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. They have may priorities. They may prioritize practical skills, cultural values, or specific career paths. For example, അവർ ചിലപ്പോൾ, ഉദാഹരണത്തിന് ഈ മോഡേൺ കമ്മ്യൂണിറ്റി, they may have interest or expectation, and their children have got some ICT practical skills in education in schools. അവരുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്നും ICT പ്രാക്ടിക്കൽ സ്കില്ലുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇത് ഈ പുതിയൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ്, അവരുടെ ഒരു താല്പര്യമാണ്. അപ്പൊ അത് അവിടുന്ന് അവരതിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇന്റർഫിയർ അവർ നടത്തും. Then local communities may advocate for more participatory role in decision making. ഇവർക്ക് ലോക്കൽ കമ്മ്യൂണിറ്റീസിന് പാർട്ടിസിപ്പേറ്ററി റോൾ ഉണ്ടാവാം വിദ്യാലയത്തിന്റെ ഡിസിഷൻ മേക്കിൽ, കരിക്കുലം ഡെവലപ്മെന്റിൽ ആൻഡ് സ്കൂൾ ആക്ടിവിറ്റീസിൽ. ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ
കാണുന്ന അനേകം കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെ സ്കൂളിന്റെ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ ഭാഗമാണ് പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്ത്. കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡറാണ് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. Religious groups may advocate for the inclusion of moral and religious values in education. അവർ പലപ്പോഴും റിലീജിയസ് വാല്യൂസ് ഓർ മോറൽ വാല്യൂസ്, സ്പിരിച്വൽ വാല്യൂസിനെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷനിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ ദിസ് മേ ആൾസോ ദേ മേ ആൾസോ സീക്ക് ടു ഇൻഫ്ലുവൻസ് ദ കരിക്കുലം ടു അലൈൻ വിത്ത് ദെയർ ബിലീഫ്. അവരുടെ ബിലീഫുമായിട്ട് ചേർന്ന് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് അവരുടെ ബിലീഫിന് എതിരാവാത്ത രീതിയിലുള്ള എഡ്യൂക്കേഷനെ അവർക്ക് താല്പര്യം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പിന്നെ ഇതിലുള്ള ഒരു എഡ്യൂക്കേഷനിൽ അവർ ഇടപെടുന്ന രീതികൾ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ചില കൺട്രീസിലൊക്കെ പറയുന്ന ചില രാഷ്ട്രങ്ങളിൽ, ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്ത റിലീജിയസ് മേജർ റിലീജിയസിന്റെ ബേസിക് പോയിന്റ്സ്, ബേസിക് ഇൻട്രൊഡക്ഷൻ അവരുടെ സ്കൂളുകളിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലുള്ള റിലീജിയസ് ഒരു ഇടപെടലുകൾ ഈ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അവർക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഒരു റോൾ ഉണ്ട് എഡ്യൂക്കേഷൻ. അടുത്തതായിട്ട് പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്. ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ബോഡീസ് പ്ലേ എ ഡയറക്റ്റ് റോൾ ഇൻ എഡ്യൂക്കേഷൻ പോളിസി ഫോർമുലേഷൻ, ഫണ്ടിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബോഡീസ് നേരിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി ഫോർമുലേഷൻ ഡയറക്റ്റ് ആയിട്ട് അവർ എഴുതപ്പെടുന്ന സാധനമാണ് ഫണ്ടിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇതിലൊക്കെ നമ്മൾ ഏറ്റവും അടുത്തായിട്ടുണ്ടായിട്ടുള്ള വിവാദമാണ് PM-ശ്രീ കേരളത്തിലുണ്ടായിട്ടുള്ള വിവാദമാണ്. അതിൽ എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അതിൽ ആ ഒരു PM-ശ്രീ പദ്ധതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പൊളിറ്റിക്സ് അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഫണ്ട് ലഭിക്കില്ല. അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോഴുള്ള ഡിസ്കഷൻ പറഞ്ഞത്, ചിലരൊക്കെ അതിനെ ക്രിറ്റിക്കലായിട്ട് സമീപിച്ചത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നതാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റേ അല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ് പറഞ്ഞത്. പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് അതിൽ നന്നായിട്ട് പോളിസി ഫോർമുലേഷനിൽ അവരുടെ ഐഡിയോളജികൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. Then the political climate can impact educational content and approach, reflecting the values and ideologies of the ruling party. റൂളിംഗ് പാർട്ടിയുടെ ഐഡിയോളജീസ്, അതിന്റെ വാല്യൂസ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, എൻറ്റിറ്റീസ് എഡ്യൂക്കേഷണൽ കോണ്ടന്റിൽ അപ്രോച്ചിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് എഡ്യൂക്കേഷനിൽ ഇടപെടുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. പൊളിറ്റിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ദ റൂളിംഗ് പാർട്ടീസ് ഐഡിയോളജി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ഡിസൈനിങ് ദ എഡ്യൂക്കേഷൻ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി. റൂളിംഗ് പാർട്ടിയുടെ ഐഡിയോളജിക്ക് വലിയ പ്ലേസ് ഉണ്ട് അതിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം തീരുമാനിക്കുന്നത്. The political philosophy which controls the government of the country often has an inevitable impact on education. റൂളിംഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിക്ക് വളരെ ശക്തമായ, ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്വാധീനം, ഇൻഫ്ലുവൻസ് എഡ്യൂക്കേഷനകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. The political factor dictates the kinds of administration the education system will have. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ കൈൻഡും ഒക്കെ തീരുമാനിക്കുന്നിടത്ത് പൊളിറ്റിക്കൽ ഫാക്ടറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്സ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി എല്ലാ ഫാക്ടേഴ്സും പറയുന്നിടത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സും പ്രഷർ ഗ്രൂപ്പ്സും ഒക്കെ ഈ സാധനങ്ങളൊക്കെയും എഡ്യൂക്കേഷനെ വ്യത്യസ്ത രീതിയിൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഇടപെടുന്നിടത്ത് ഇതൊക്കെ ഒരു കാരണമായിട്ട് റീസൺസ് ആയിട്ട് മാറും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് ബോഡീസ് എന്നുള്ളത്. ഗവൺമെന്റ് ബോഡീസ്, ഒരുപാട് ബോഡീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗവൺമെന്റ് ബോഡീസ് ആർ റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് മെത്തേഡ്സ്. പ്രധാനമായിട്ടുള്ള ചില ഗവൺമെന്റ് ഏജൻസീസ് ഓർ ബോഡീസ്, ഒന്ന് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, ദെൻ SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്,
Then National Council for Teacher Education (NCT), Central Board of Secondary Education (CBSE), ഇതൊക്കെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഏജൻസീസ് ഓർ ബോർഡ്സ് ആണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇനി SSA, RMSA അത്രയും സ്കീമുകളെയും നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആ തരത്തിലേക്കും അവരുടെയൊക്കെ ഈ സ്കീമുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെയും ഗവൺമെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഏജൻസീസ് ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ആ പോയിന്റുകളൊക്കെ. ദെൻ മറ്റൊരു കാര്യമുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് പറയുന്നത് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ആണ്, NGOs. നമ്മുടെ രാജ്യത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് NGOs ഉണ്ട്. NGOs ഹാവ് ബീൻ വർക്കിംഗ് ടു എക്സ്റ്റെൻഡ് എഡ്യൂക്കേഷൻ ടു അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ സിൻസ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യാനന്തരം മുതൽ സ്വാതന്ത്ര്യ സമരം കിട്ടിയ അന്ന് മുതലേ നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് വേണ്ടി ഈ NGOs വർക്ക് ചെയ്യുന്നുണ്ട്. NGOs have been working diligently to strengthen the educational system and establish a network throughout the country. നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ടും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഈ NGOs വർക്ക് ചെയ്യുന്നുണ്ട്. സോ മോർ ആൻഡ് മോർ ചിൽഡ്രൻ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ടു സ്കൂൾ ആൻഡ് റിമൈൻ ദ. ഇങ്ങനെ NGOs ഇടപെടുന്നതായിട്ട് കൂടുതൽ സ്കൂളുകളുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ട്രെങ്ത്തിന് കാരണമാകുന്നു എന്ന് കാണാൻ. ഡിഫറെന്റ് കോർപ്പറേറ്റ്സ് ഒക്കെ NGOs ഭാഗമായിട്ടുണ്ട്. അസീം പ്രേംജി വൺ ഓഫ് ദ NGOs നടക്കുന്നത്, എഡ്യൂക്കേഷനിൽ NGO നടക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴില്. അതേപോലെയുള്ള അക്ഷയ ഫൗണ്ടേഷൻ NGO. They try to address the malnutrition and supports the right to education for disadvantaged. അവരെ മാൽന്യൂട്രീഷൻസിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് അക്ഷയ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത്, അക്ഷയ വസ്ത്ര ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ബ്രഹാം ഇറ്റ്സ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ സ്ലംസ് ഓഫ് മുംബൈയിലുള്ള ഒരു NGO ആണത്. ദെൻ ഭൂമി ഫോർ എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ ഫ്രം ഓർഫനേജ്, സ്ലംസ് ആൻഡ് വില്ലേജ്, അതിനുവേണ്ടിയുള്ള ഒരു NGO ആണ് ഭൂമി എന്ന് പറയുന്ന NGO. ദെൻ മാഡ് മേക്ക് എ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ട്. ദ മോസ്റ്റ് വൾണറബിൾ ചിൽഡ്രൻ ക്യാൻ റിയലൈസ് ദെയർ ഡ്രീംസ്. ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന NGO ആണ് മേക്ക് എ ഡിഫറൻസ്, മാഡ് എന്ന് പറയുന്നത്. ദെൻ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്. അവരൊരു ട്രൈബൽ പീപ്പിളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ക്വിസ് എന്ന് പറഞ്ഞ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പരിചയപ്പെടുത്താവുന്ന NGOs. അങ്ങനെ അനേകം NGOs നമ്മുടെ രാജ്യത്ത് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് NGOs വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അത്തരം NGOകളും നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മ്യൂണിറ്റി, പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ ഗവൺമെന്റ് ബോഡീസ് ആൻഡ് നോൺ ഗവൺമെന്റ് ഏജൻസീസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.